അപ്പോൾ ഹലോ ഗൈസ്, എൻ്റെ പേരാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ആനിമേ എക്സ്പ്ലനേഷൻ ചാനൽ. ഇതിനകത്ത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. സോ ദെയർ വിൽ ബി മിസ്റ്റേക്സ്, സോ പ്ലീസ് ഫോർഗിവ് ദാറ്റ്. ഞാനകത്ത് മെയിൻലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ആനിമേസ് ആണ്. ആനിമേസ് എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ ലൈക്ക് ഐ വിൽ മേക്ക് സെറ്റപ്പ് വീഡിയോസ്, കമ്പ്യൂട്ടർ റിലേറ്റഡ് വീഡിയോസ് ആൻഡ് എവറിത്തിങ്. ഈ വീഡിയോയ്ക്ക് കിട്ടുന്ന സപ്പോർട്ട് അനുസരിച്ചായിരിക്കും ബാക്കി എല്ലാ വീഡിയോസും വരാൻ പോകുന്നത്. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡെവിൾ മേ ക്രൈ ആണ്. ഡെവിൾ മേ ക്രൈ ഈസ് എ ഗെയിം ആൻഡ് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആണെങ്കിൽ അതിൻ്റെ അഡാപ്റ്റഡ് വെർഷനാണ് ഇറക്കിയിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ആ ഗെയിം അഡാപ്റ്റ് ചെയ്തൊരു സീരീസ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഇത് എപ്പിസോഡ് 1 ആണ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്കൊരു മ്യൂസിയമാണ് കാണിക്കുന്നത്. മ്യൂസിയത്തിനകത്തിലാണെങ്കിൽ കുറച്ച് സോൾജേഴ്സ് കുറച്ച് ആൾക്കാരെ വെടിവെച്ച് വീഴ്ത്തുന്നു. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ആ സോൾജേഴ്സിൻ്റെ അടുത്തേക്കാണ് വേറൊരു ക്യാരക്ടർ വരുന്നത്. ആ ക്യാരക്ടറിൻ്റെ പേരാണ് ബണ്ണി. ആ ബണ്ണി എന്ന് പറഞ്ഞ ക്യാരക്ടറാണെങ്കിൽ നമ്മുടെ ഈ സീസൺ 1 മെയിൻ വില്ലനാണ് അതിൽ വരുന്നത്. അപ്പോൾ ഈ സോൾജേഴ്സ് ആണെങ്കിൽ ആകെ ബണ്ണിയെ കണ്ടിട്ട് ഞെട്ടിയിരിക്കുന്നു. ബിക്കോസ് അതൊരു ഹ്യൂമൻ ബോഡിയുള്ളൊരു ബണ്ണി ഫേസുള്ളൊരു ഫിഗറായിരുന്നു. ആണെങ്കിൽ സോൾജേഴ്സ് ആണെങ്കിൽ പറയും എന്തുവാ നീ ഏതെന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഒരു തർക്കം പോലെ വരും. അത് കഴിഞ്ഞിട്ടാണ് ബണ്ണി പറയുന്നത് അവരെ ഹയർ ചെയ്തത്, ഈ സാധനം ലൂട്ട് ചെയ്യാൻ വേണ്ടി അവരെ ഹയർ ചെയ്തത് ബണ്ണി തന്നെയാണ്. 2.5 മില്യൺ കൊടുത്തിട്ട് ഹയർ ചെയ്തത് ബണ്ണി തന്നെയാണ്. എന്നിട്ട് പക്ഷേ ഇവരാണെങ്കിൽ എടുക്കുന്ന സാധനം ഗോൾഡ് ഇതൊക്കെ, ബിക്കോസ് ഇവർക്കാണെങ്കിൽ സ്പിരിച്വൽ സാധനങ്ങൾക്കൊന്നും അറിയത്തില്ല. അപ്പോൾ ബണ്ണി ആണെങ്കിൽ അവിടെ ഇരുന്നൊരു സ്വോർഡിൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് ആ സ്വോർഡ് ആണെങ്കിൽ പിക്കപ്പ് ചെയ്യുന്നു ബണ്ണി. എന്നിട്ട് ആ സ്വോർഡ് എടുത്തിട്ട് പറയുന്നു നിങ്ങൾ ഇത്രയും വാല്യുബിളായിട്ടൊരു കാര്യം ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളെങ്ങനെയാണ് ബാക്കിയുള്ള സാധനങ്ങൾ എടുക്കുന്നതെന്ന്. ബിക്കോസ് ആ സ്വോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീമൻ സ്വോർഡ് എന്ന് നമുക്ക് പറയാം. ആ സ്വോർഡ് എന്ന് പറഞ്ഞാൽ സ്വോർഡ് ഓഫ് സ്പാഡയാണ്. സ്പാഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തിലെ ഒരു ജനറലാണ്, ഡീമൻ ജനറലാണ് സ്പാഡയുടെ സ്വോർഡാണ് നമുക്കായിരിക്കുന്ന ആ ഡീമൻ സ്വോർഡ്. ആ ഡീമൻ സ്വോർഡ് ഇതിനകത്തിലെ മെയിൻ ഇത് ഞാൻ പറഞ്ഞുതരാം. ഈ ഡീമൻ സ്വോർഡിനകത്തിൽ 2 ക്രിസ്റ്റൽസ് ഉണ്ട്. നമ്മുടെ ഈ ഡീമൻ വേൾഡും നമ്മുടെ എർത്തും ആദ്യം ഫുൾ ഹാർമണിയിലായിരുന്നു. അവരെല്ലാവരും പീസ്ഫുള്ളായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്നത്. ആ പീസ്ഫുള്ളായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്നിടത്താണ് നമ്മുടെ സ്പാഡ തന്നെ ആണെങ്കിൽ ഹ്യൂമൻസിനെ നമുക്ക് അടിമയാക്കണം എന്ന് പറഞ്ഞ് ഹ്യൂമൻസിനെതിരെ ഒരു വാർ ഡിക്ലെയർ ചെയ്യും. ആ വാറിനിടയ്ക്ക് വെച്ചാണ് നമ്മുടെ സ്പാഡയ്ക്ക് ബോധോദയം വന്നിട്ട് സ്പാഡയാണെങ്കിൽ പറയും അല്ല വേണ്ട, ഹ്യൂമൻസ് എല്ലാം ഇന്നസെൻസ് ആണ്, അതുകൊണ്ട് അവരെ കൊല്ലേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ഡീമൻസ് ആണെങ്കിൽ പിന്നെ പറഞ്ഞാൽ കേൾക്കത്തില്ല. അവർ സ്പാഡയെ എതിർത്തിട്ട് ഹ്യൂമൻസിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ അപ്പോൾ സ്പാഡ എന്തോ ചെയ്തു, സ്പാഡയാണെങ്കിൽ നമ്മുടെ ഡീമൻ വേൾഡിനെയും ഹ്യൂമൻ വേൾഡിനെയും കൂടെ സെപ്പറേറ്റ് ആക്കാൻ വേണ്ടി സ്പാഡയുടെ സ്വോർഡിനകത്ത് ഒരു ക്രിസ്റ്റലുണ്ട്. ആ ക്രിസ്റ്റൽ പൊട്ടിച്ച് 2 പീസാക്കുന്നു. ആ ക്രിസ്റ്റൽ പൊട്ടിച്ച് 2 പീസാക്കിയിട്ട് ആ 2 പീസും പലർത്തായിട്ട് വെക്കുന്നു. ബണ്ണിയാണെങ്കിൽ എന്നിട്ട് ഈ സ്വോർഡ് എടുക്കുന്നു. സ്വോർഡ് എടുത്തിട്ട് ഉടനെ ആ സ്വോർഡ് എടുത്ത് അവിടെ അവൻ ഹയർ ചെയ്ത മിലിറ്ററി ആൾക്കാരെ തന്നെ കൊല്ലുന്നു. എന്നിട്ട് ആ മ്യൂസിയം ഫുൾ ബോംബ് ചെയ്യുന്നു. ഇതാണ് ബണ്ണി ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് സീൻ കട്ടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രീറ്റിൽ കൂടെ ഒരു അമ്മയും കുഞ്ഞും കൂടെ പോകുന്നു. അപ്പോഴത്തേക്ക് എന്തോ ഒരു ഡാർക്ക് എനർജി വന്നിട്ട് ആ കുഞ്ഞിൻ്റെ മേളിലോട്ട് കയറുന്നു. ആ കുഞ്ഞിൻ്റെ മേളിലോട്ട് കയറി അത് കഴിഞ്ഞിട്ട് അമ്മ നോക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ കളിപ്പാട്ടം ആ സൈഡിൽ കിടക്കുന്നത് കണ്ട് അങ്ങനെ അവർ ക്യൂരിയസ് ആയിട്ട് ആ കളിപ്പാട്ടത്തിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അവിടെ കുറച്ച് മോൺസ്റ്റേഴ്സ് വന്നു. ആ മോൺസ്റ്റേഴ്സ് ആണെങ്കിൽ ആ അമ്മയും കുഞ്ഞിനെ അറ്റാക്ക് ചെയ്യുന്നു. 3 മോൺസ്റ്റേഴ്സ്. അപ്പോഴാണ് നമ്മുടെ മെയിൻ ക്യാരക്ടറിൻ്റെ എൻട്രി വരുന്നത്. ഓഫ് കോഴ്സ് ദ ഡെവിൾ മേ ക്രൈ പ്രൊട്ടാഗണിസ്റ്റ് ഡാൻറ്റെ എന്നാണ് നമ്മുടെ മെയിൻ ക്യാരക്ടറിൻ്റെ പേര്. ആൻഡ് ബ്രോ ഹീസ് ഡാം സെക്സി. ആൻഡ് ഡാൻറ്റയുടെ എൻട്രിയാണ് അപ്പോൾ വരുന്നത്. എന്നിട്ട് ഡാൻറ്റെ ആണെങ്കിൽ ഓഫ് കോഴ്സ് അവൻ്റെ 2 ഗണ്ണ് ഉപയോഗിച്ച് ആ ഡീമൻസിനെല്ലാം കൊല്ലുന്നു. ആ ഡീമൻസിനെല്ലാം കൊന്നു കഴിഞ്ഞിട്ട് അവസാനം ഇതെല്ലാം ഇതായി കഴിയുന്ന നേരത്താണ് ഒരു കാര്യം ഡാൻറ്റെ ശ്രദ്ധിക്കുന്നത്. അവിടെ ആണെങ്കിൽ വേറെ ഏതോ ഒരു ഡീമൻ്റെ പ്രസൻസ് ഉണ്ട്. ഈ ഡാൻറ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡീമൻ ഹണ്ടറാണ്. നമ്മുടെ ഡീമൻ സ്ലെയറിനകത്തിൽ നമ്മുടെ താഞ്ചിറോ ഒക്കെ പോലെ, പക്ഷേ ഇതൊരു ന്യൂ ജനറേഷൻ ഹണ്ടർ എന്ന് നമുക്ക് പറയാം. ആ കുഞ്ഞിൻ്റെ രൂപത്തിൽ നിൽക്കുന്ന അവരുടെ ഒറിജിനൽ കുഞ്ഞല്ല, അതൊരു ഷേപ്പ് ഷിഫ്റ്റിംഗ് ഡീമനാണ്. അതാണെങ്കിൽ നമ്മുടെ ഡാൻറ്റയുടെ കഴുത്തിൽ നിന്ന് എടുക്കാൻ നോക്കുന്നു. പക്ഷേ ഡാൻറ്റയ്ക്ക് എന്തോ സെൻസ് ചെയ്ത് ഡാൻറ്റെ ആണെങ്കിൽ ബ്രോ ലിറ്ററലി അവനാണെങ്കിൽ അവൻ്റെ ഗണ്ണെടുത്ത് ആ കുഞ്ഞിൻ്റെ നേളിൽ ഇതാക്കുന്നത്. അത് കണ്ടിട്ട് എന്തായാലും അവരുടെ അമ്മയ്ക്ക് വിശ്വാസം വരത്തില്ല. അതും കുഞ്ഞല്ലേ, അവരുടെ കുഞ്ഞാന്നുകൊണ്ടിരുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ അമ്മയാണെങ്കിൽ ഡാൻറ്റെ അടിച്ചിട്ടിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടതല്ല, അവരവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഡെവിൾ മേ ക്രൈയുടെ ഇൻട്രോയാണ് വരുന്നത്. ഇൻട്രോ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് കാണിക്കുന്നത് ഗവൺമെൻറ് ഓഫീസിലാണ്. ഗവൺമെൻറ് ഓഫീസിലാണെങ്കിൽ ഇവർ ഇങ്ങനെ ആ മ്യൂസിയത്തിലുണ്ടായ ഫയറിങ്, പിന്നെ ആണെങ്കിൽ അവിടെ കണ്ടൊരു പ്രത്യേക വിങ് ഉള്ളൊരു ഡെവിൾ രൂപം, ഇതെല്ലാം കണ്ടിട്ടിരിക്കുകയാണ്. ഇതിനകത്തിരിക്കുമ്പോൾ ഇതിനകത്തിലെ പ്രസിഡൻ്റ് ഉണ്ടല്ലോ, ലൈക്ക് വൈസ് പ്രസിഡൻ്റ് അല്ല, പ്രസിഡൻ്റ് ഡസൻറ്റ് ഗിവ് എ ഫക്ക്.
ഈ വൈസ് പ്രസിഡൻ്റാണ് ഏറ്റവും വലിയ പുള്ളിക്കാരനാണെങ്കിൽ ഭയങ്കര ദൈവവിശ്വാസിയാണ്. പുള്ളിയെ ദൈവം എന്ത് വന്നാലും ദൈവം രക്ഷിക്കും എന്നുള്ളൊരിതിലാണ് ഇരിക്കുന്നത് പുള്ളി. അപ്പം പുള്ളിക്കാണെങ്കിൽ ഇത് കണ്ടപ്പോൾ മനസ്സിലായി ഇതൊരു ഡീമനാണ്, ഡീമൻസ് ഉണ്ട്, റിയലാണ്, ഇതെല്ലാം നാട്ടുകാരെ അറിയിക്കണം. എന്നിട്ടാണെങ്കിൽ ഇവരാണെങ്കിൽ ഡീമൻസിനെ സെർച്ച് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഒരു മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ആണെങ്കിൽ ഇവരാണെങ്കിൽ അവിടെ ഇരുന്നൊരു സോൾജറിൻ്റെ ക്യാമറയിൽ നിന്ന് കിട്ടിയ ഫുട്ടേജ് നോക്കിയപ്പോഴാണ് ഇവർ ഈ ബണ്ണി കാണുന്നത്. ഈ ബണ്ണി ഇവരെ എല്ലാം കൊല്ലുന്നതല്ല ഇവർ കാണുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സീൻ വീണ്ടും കട്ടാവുന്നു. അവർ മെയിൻ പ്രൊട്ടാഗണിസ്റ്റ് ഡാണ്ടെ ആണെങ്കിൽ ഒരു കടയിൽ ഐസ്ക്രീം തിന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ആ കടയിലെ ചേച്ചിയെ റിസ് ചെയ്തുകൊണ്ട് ദാറ്റ്സ് ടു ഓബ്വിയസ്. ആ കടയിലെ ചേച്ചിയാണെങ്കിൽ ഡാണ്ടെ കണ്ടപ്പോൾ തന്നെ ഡാണ്ടെയാണ് വീണ് ബിക്കോസ് ഓഫ് ബ്രോസ് മെനസിങ് ഓർ ആൻഡ് ബ്രോസ് ലുക്സ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ആ ബാറിലെ ചേച്ചി പുള്ളിക്കാരൻ ജ്യൂസ് കൊടുത്തിട്ട് അങ്ങോട്ട് പോകാൻ നേരത്താണ് ഒരു വലിയ ട്രക്ക് അങ്ങോട്ട് വരുന്നത്. ലൈക്ക് ലിറ്ററലി എ ഫക്കിങ് ഫ്ലൈയിങ് ട്രക്ക് ഡയറക്റ്റ് ആണെങ്കിൽ ആ ഷോപ്പിലോട്ട് അടിച്ചു കയറാൻ വരുന്നു. ആ ട്രക്കിൻ്റെ അവിടെ നിന്ന് ഓബ്വിയസ്ലി നമ്മുടെ ഡാണ്ടെ അവിടെ ഉണ്ട്. അതിൻ്റെ കൂടെ അവിടെ കുറച്ച് കസ്റ്റമേഴ്സ് ഇരിപ്പുണ്ട്. ഓഫ് കോഴ്സ് അവൻ രക്ഷിക്കും. ഡാണ്ടെ ആണെങ്കിൽ പെട്ടെന്നൊരു നല്ല സ്വാഗിലാണെങ്കിൽ ആ ചേച്ചിയെ പൊക്കിയെടുത്തുകൊണ്ട് അതിൻ്റെ പുറകിലോട്ട് കൊണ്ടുപോകുന്നു. ദാറ്റ് ഈസ് ഡാൻറ്റേസ് ഓറ. അപ്പോഴത്തേക്ക് ആ ചേച്ചിയാണെങ്കിൽ ഫുള്ളി വീണിരിക്കുന്നു ഡാണ്ടെയുടെ മുകളിലേക്ക്. അപ്പോഴാണ് ഡാണ്ടെ നോക്കുമ്പോൾ ഡാണ്ടെയുടെ ഫക്കിങ് അനിയൻ ഡാണ്ടെയുടെ അമ്മയും പിന്നെ അനിയനും മരിച്ചു പോയിരിക്കുകയാണ്. ഒരു തീപിടുത്തത്തിലാണ് അവരുടെ അമ്മയും അനിയനും മരിച്ചു പോയത്. അപ്പം അങ്ങനെ ഇരിക്കെ ഇതെങ്ങനെ ഡാണ്ടെയുടെ അനിയനാവുന്നത്? ഡാണ്ടെയുടെ അനിയൻ ജീവനോടുണ്ടെന്ന്. അപ്പം ഡാണ്ടെ ആണെങ്കിൽ ആകെ ഞെട്ടി തിരിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് ഡാണ്ടെക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്, അത് അവൻ്റെ അനിയനല്ല. ദാറ്റ്സ് എ ഫക്കിങ് ഷേപ്പ് ഷിഫ്റ്റിംഗ് ഡീമൻ. അത് മനസ്സിലാക്കി ഡാണ്ടെ ഡയറക്റ്റ്ലി അവൻ്റെ മേളിൽ ഓപ്പൺ ഫയർ നടത്തുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാവുന്നതാണ് ഒരു ഗംഭീരൻ ഫൈറ്റാണ് ഡാണ്ടെയും ഇതുമായിട്ടുണ്ടാവുന്നത്. ഓഫ് കോഴ്സ് ഡാണ്ടെ വിൻസ്. ആൻഡ് എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരനാണെങ്കിൽ തറയിലോട്ട് വെടി വെച്ചിട്ട് ആ താഴയിലോട്ട് പോകുന്ന സീനുണ്ടല്ലോ, ആ വട്ടത്തെ വെടി വെക്കുന്ന സീന്. ഇറ്റ്സ് ക്രേസി. ആ ഗെയിമിൻ്റെ ഹ്യൂമർ വെച്ച് ലൈക്ക് ഇറ്റ്സ് ഗ്രേറ്റ്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ സീൻ കട്ടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാണെങ്കിൽ ഹണ്ടേഴ്സിനെ എല്ലാം പിടിക്കാൻ ഇറങ്ങുകയാണ്. ബിക്കോസ് ഹണ്ടേഴ്സിനാണ് ഇതിനെക്കുറിച്ച് അറിയാവുന്നത്. നമ്മുടെ ബണ്ണിയെക്കുറിച്ച് അറിയാൻ വേണ്ടി ആ ഹണ്ടേഴ്സിനെയൊക്കെ നോക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഹണ്ടറിൽ നിന്ന് അവർക്ക് ഇൻഫർമേഷൻ കിട്ടിയതാണ്. ഒരു ഹണ്ടേഴ്സിനെ ഹയർ ചെയ്യാൻ നിർത്തുന്നുണ്ട്, അവൻ്റെ അടുത്തോട്ട് ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അവരാണെങ്കിൽ എന്തോ ചെയ്തു, ഓബ്വിയസ്ലി അവരവിടെ കിഡ്നാപ്പ് ചെയ്തിട്ട് അവരെ ടോർച്ചർ ചെയ്യുന്ന ഭീഷണിപ്പെടുത്തി അവനോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചു. അവരോടിങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇവർ ഒരു കാര്യം പറയുന്നത്, ഈ ഡാണ്ടെയുടെ കാര്യം പറയുന്നത്. അപ്പോൾ ഇവൻ പ്രത്യേകം ചോദിച്ചു, ഡാണ്ടെ എന്ന് പറഞ്ഞ ആ ചെറുക്കനല്ലയോ, നമുക്കറിയാം. അവനാണെങ്കിൽ ചുമ്മാ ഒരു പാർട്ട് ടൈമായിട്ട് കയറിയതാണ് ജോലിക്കകത്തിൽ, അവന് ഫണ്ണായിട്ട് എടുക്കാൻ വേണ്ടിയാണ് അവൻ ജോലിക്കകത്ത് കയറിയത്, ഇങ്ങനെയൊക്കെ പറയുന്നു. അത് കഴിഞ്ഞിട്ട് അവനാണെങ്കിൽ ഒരു നല്ല ഡീമൻ ഹണ്ടറാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നു. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ വീണ്ടും സീൻ കട്ടാവുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഷേപ്പ് ഷിഫ്റ്റിംഗ് ഡീമൻ്റെ അടുത്തേക്ക്. ഷേപ്പ് ഷിഫ്റ്റിംഗ് ഡീമനാണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മുടെ ഡാണ്ടെ പേടിച്ച് പുള്ളിക്കാരനോട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഗവൺമെൻറ്റിനും ഇവർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നത് ഇതാണ് സ്പാഡയുടെ ആ നെക്ലസ് അല്ല, ആ സ്പാഡയുടെ ആ ജെമ്മ്. ആ സ്പാഡയുടെ ജെമ്മിനകത്തിൽ ഒരു കഷ്ണമാണെങ്കിൽ ഡാണ്ടെയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ആ ഡാണ്ടെയുടെ കയ്യിൽ നിന്ന് എങ്ങനെയും ആ സ്പാഡയുടെ നെക്ലസിൻ്റെ ആ കഷ്ണം എടുക്കണം. അതാണിപ്പോൾ നമ്മുടെ ഈ ഗവൺമെൻറ് ഒഫീഷ്യൽ അല്ലെങ്കിൽ നമ്മുടെ വൈസ് പ്രസിഡൻറ്റിൻ്റെ ഇത്. ബിക്കോസ് വൈസ് പ്രസിഡൻറ്റിൻ്റെ വിചാരം പുള്ളിക്കാരനാണിത് നല്ല സേവ് ആക്കി വെക്കും എന്നുള്ളതാണ്. അതാണ് പുള്ളിക്കാരൻ്റെ വിചാരം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സെക്കൻഡ് ക്യാരക്ടർ വരുന്നത്. ആ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഓൾമോസ്റ്റ് ഒരു നല്ലൊരു റോള് ഇതിനകത്ത് ഇതാക്കുന്നുണ്ട്. ആ പുള്ളിക്കാരനാണ് അവിടെ നടന്ന ആ മ്യൂസിയത്തിൽ നടന്ന അറ്റാക്കിനകത്തിൽ ആകെയുള്ളൊരു സർവൈവറാണ് ഈ പുള്ളിക്കാരൻ. ഈ പുള്ളിക്കാരൻ ഇവിടെ വന്നിട്ട് അവിടെ സർവൈവ് ചെയ്ത കാര്യമൊക്കെ പറയുന്നു. ഓഫ് കോഴ്സ് അവൻ മാത്രം സർവൈവ് ചെയ്യാൻ കാരണം എന്തുമായിരിക്കും, നിങ്ങൾ തന്നെ ഗസ്സാക്കി നോക്ക്. ലൈക്ക് കോമൺ സെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അറിയാം, ബണ്ണി അവനെ അറിഞ്ഞുകൊണ്ട് വിട്ടതാണ്, എന്തോ പർപ്പസിന് വിട്ടതാണെന്ന്. ആ പർപ്പസൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ കാണാം. പിന്നെ നമ്മുടെ ഡാണ്ടെയുടെ ഒരു ഡാൻസ് ബ്രോ. ഇതിനകത്തിൽ ഡാണ്ടെയുടെ ഹ്യൂമർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹ്യൂമറാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് ഹ്യൂമറാണ്. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഡാണ്ടെയുടെ ഡാൻസോടെ നമ്മുടെ എപ്പിസോഡ് കഴിയുന്നു. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഐ ലൈക്ക് ദ എപ്പിസോഡ്. ദ ഹ്യൂമർ ഈസ് ഗ്രേറ്റ്. കറക്റ്റ് ഗെയിം അഡാപ്റ്റേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗെയിം അഡാപ്റ്റേഷൻ ആണെന്ന് ഞാൻ പറയത്തില്ല. ബിക്കോസ് ഗെയിമിനകത്തിലാണെങ്കിൽ ഇത്രയും പൊളിറ്റിക്സ് ഇൻക്ലൂഡഡ് അല്ലായിരുന്നു. പക്ഷേ ഇതിനകത്തിലാണെങ്കിൽ കൂടുതലും ദേ ആർ റാൻറ്റിങ് ഓൺ അമേരിക്കൻ പൊളിറ്റിക്സ് ആൻഡ് ഷിറ്റ്. അമേരിക്കൻ പൊളിറ്റിക്സിനെ കുറിച്ച് കുറേ അവർ പറഞ്ഞിട്ടുണ്ട്, അതിനെ കുറേ ട്രോളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ്ലി ഗെയിം അഡാപ്റ്റേഷൻ ആണെന്ന് ഞാൻ പറയത്തില്ല. പിന്നെ ഇനി അടുത്ത എപ്പിസോഡിലാണെങ്കിൽ കുറേ പുത്തൻ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്, ഒരു ബാഡി വരുന്നുണ്ട്, എപ്പോഴും പറഞ്ഞേക്കാം. So that's it for today's episode. I hope you liked it. And നിങ്ങൾക്ക് ഇനിയും ഇങ്ങനത്തെ എപ്പിസോഡ്സ് വേണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ ഇതിനകത്ത് ഈ വീഡിയോയ്ക്കകത്ത് കിട്ടുന്ന സപ്പോർട്ട് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് അടുത്ത വീഡിയോസൊക്കെ വരാൻ പോകുന്നത്.
So thanks for watching and subscribe.